ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്നായിട്ടറിയുന്ന കാര്യം, ഏതൊരു ഫലം എടുത്താലും അതിനകത്ത് ധാരാളം വിത്തുകൾ കാണും. ഈ വിത്തുകളെ എല്ലാം തന്നെ അതേ വൃക്ഷത്തിൻ്റെ വൻ വൃക്ഷമായി മാറ്റാനും കഴിയും. പക്ഷെ അതിലുള്ള എല്ലാ വിത്തുകളും വൃക്ഷമായി മാറാറേയില്ല. നമ്മളത് എത്ര ശ്രമിച്ചാലും അതിൽ കുറേ വിത്തുകൾ പാഴായി തന്നെ പോകും. കുറേ വിത്തുകൾ കുറച്ചു കാലം നന്നായിട്ട് വളരും, എന്നാലും അത് പൂർണ്ണതയിലെത്തില്ല. അപൂർവം ചില വിത്തുകൾ മാത്രമേ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ, വൻ വൃക്ഷമായി മാറുകയും ഉള്ളൂ. ഈ വിത്തുകൾ തന്നെ ആ മരത്തിൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്നും വൻ വൃക്ഷം ഉണ്ടാകാനും പോകുന്നില്ല. ഓരോ വൃക്ഷത്തിനും അതിൻ്റേതായ ചുറ്റുവട്ടങ്ങൾ വേണം, ചുറ്റുപാടുകൾ വേണം. അതുപോലെ തന്നെ സാഹചര്യങ്ങളും നന്നായിട്ട് വേണം. ഒരു ഫലത്തിനകത്ത് ആവശ്യത്തിലേറെ വിത്തുകളുണ്ട് എന്ന് വിചാരിച്ച് ആ വിത്തുകൾ മുഴുവനും ഒരേപോലെ മുളച്ച് എല്ലാ തരത്തിലുള്ള വൻ ഭാഗ്യവും ഫലവും കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതിൽ നിന്ന് നഷ്ടമാകുന്നത് ഒരുപാട്, അതിൽ നിന്ന് നേടുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. പക്ഷേ മനുഷ്യരുടെ കാര്യം അതുപോലെയല്ല. ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ അതിൻ്റേതായ ഫലം ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. കുട്ടികൾ വഴി തെറ്റുന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഒരമ്മയ്ക്ക് തന്നെയാണ്. ആ അമ്മയാണ് സമൂഹത്തെ ഭയന്ന്, അല്ലെങ്കിൽ തൻ്റെ കുട്ടി ചീത്തയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്നുള്ള രീതിയിൽ മറച്ചു വച്ച് ഒളിച്ചു വച്ച് ആ കുട്ടിയെ എത്രത്തോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിച്ചതിന് ശേഷം വയസ്സാങ്കാലത്തിരുന്ന് വെറുതെ കരയാം എന്നല്ലാതെ യാതൊരു ഫലവും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മൾ വളർത്തേണ്ട കുട്ടികളിലെ പോരായ്മകൾ എല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കി അതിനെ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വേരോടെ പിഴുത് കളഞ്ഞില്ല എങ്കിൽ അത് വലിയ നാശവും നഷ്ടവും നമ്മൾക്കുണ്ടാകും. ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നതും ഒരമ്മയ്ക്ക് മാത്രം. അമ്മയിലൂടെ മാത്രമേ കുട്ടികളെ നേർവഴിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് പകരം നമ്മൾ ചുറ്റുപാടുകളെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ മുന്നിലും പഴിചാരി നഷ്ടം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനാർക്കും പങ്കില്ല, അവരവർക്ക് മാത്രമേ പങ്കുള്ളൂ. ഇതിൻ്റെ അർത്ഥം അച്ഛന് പങ്കില്ല എന്ന് മാത്രം വിചാരിക്കരുത്. അച്ഛന് നല്ലവണ്ണം പങ്കുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വാത്സല്യവും കൊടുത്തും അതുപോലെ സമൂഹത്തിൻ്റെ കാര്യങ്ങളെ ചിന്തിച്ചെടുത്തും അയൽവാസികളുടെ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചും തങ്ങളുടെ കുട്ടികളെ പൂർണ്ണ നാശത്തിലേക്ക് തള്ളിവിടുന്നത് നാം തന്നെയാണ്. അതിനുള്ള ഇടവരുത്തിയാൽ നാശവും നഷ്ടവും ദുഃഖവും വേദനയും നമുക്ക് മാത്രം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരമ്മ തന്നെയാണ്. കുട്ടികളെ നേരെ വളർത്തേണ്ടതും അമ്മ തന്നെയാണ്. ഈ വിത്തെന്ന് പറയുന്നതും അതേപോലെ തന്നെ മനുഷ്യരിൽ ഒതുങ്ങി നിൽക്കുന്നതിനേക്കാളും ശക്തി അതിനുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അത് മുഴുവനും നമുക്ക് നന്നായിട്ട് മുളപ്പിച്ചെടുക്കാനേ കഴിയില്ല. പക്ഷേ ഒരു സ്ത്രീയിൽ നിന്നും കിട്ടുന്ന ആ വിത്ത് തന്നെയാണ് നമ്മുടെ മക്കൾ, അത് തന്നെയാണ് നമ്മുടെ ഫലം, അത് തന്നെയാണ് നമ്മുടെ ആശ്രയം, അത് തന്നെയാണ് നമ്മുടെ സന്തോഷം. അത് നമ്മൾ ഉൾക്കൊണ്ട് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പ്രാപ്തരാക്കേണ്ടത് നാം മാത്രം. ഏത് കുട്ടിയും മടിയന്മാർ തന്നെ ആയിരിക്കും. ആദ്യമേ ഒരു കുട്ടിയും നല്ല ചുറുചുറുക്കോടെ ജോലി ചെയ്യുന്ന കുട്ടി ആയിരിക്കില്ല. അതേപക്ഷം ആ കുട്ടിയുടെ ആ മടി മാറ്റി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അവരിൽ ഉയർച്ചയും വളർച്ചയും നന്മയും നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഏതൊരു കുട്ടിയും ബുദ്ധിയുള്ള കുട്ടികളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അതിൻ്റെ അംഗവൈകല്യങ്ങൾ എടുത്ത് പറയത്തക്കവണ്ണം കാര്യങ്ങൾ ചേർത്തല്ല പറയുന്നത്. അതല്ലാതെ ആ അംഗവൈകല്യങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അവരുടെ ഓരോ ചേഷ്ടകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അവരെ നല്ല രീതിയിൽ വളർത്തി ഉയർത്തിയെടുക്കാനും കഴിയും. അതിന് കുറച്ച് ശ്രമിക്കണം. അതോടൊപ്പം നമുക്ക്
നമുക്കൊരു പ്രാർത്ഥനയും വേണം. ഇതെല്ലാം ഈശ്വരനിൽ അർപ്പിക്കുകയും വേണം. കുട്ടികളിലും ഈശ്വരൻ്റെ ചിന്ത വളർത്തിയെടുക്കുകയും വേണം. അത് ഒരമ്മയ്ക്കും നിർബന്ധമായിട്ട് സാധിച്ചെടുക്കാൻ കഴിയും. കുഞ്ഞുനാളിൽ അവരാശ്രയിക്കുന്നത് ഒരു അമ്മയെയും അച്ഛനെയും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമായിരിക്കും. അവിടെ ഉപേക്ഷ നാം വിചാരിക്കരുത്. അവിടെ ഉപേക്ഷ വിചാരിച്ചാൽ പരാജയം നമ്മൾക്ക്. അതിനുള്ള ഇടവരുത്താതെ മുന്നോട്ട് പോവുക. ഭഗവാൻ എല്ലാവർക്കും ഇത് കൊടുക്കാൻ കഴിയും. എല്ലാ ഭാഗ്യവും നേടിയെടുക്കാനും കഴിയും. ശ്രമിക്കുക, ശ്രദ്ധിക്കുക, നേടിയെടുക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.